പണ്ടൊക്കെ നമ്മുടെ ആൾക്കാർ പറയും പാലക്കാട് ഭയങ്കര ചൂടാണ്, ഡൽഹി ഭയങ്കര ചൂടാണെന്നൊക്കെ പറയും. ഇപ്പം അതുപോലെയുള്ള അതിലെങ്കിൽ അതിനോട് അടുത്ത ചൂടാണ് കോട്ടയം പോലെയുള്ള ഭാഗങ്ങളിലും. അമ്മേ, ഭയങ്കര ചൂടൊക്കെ അല്ലേ, നമുക്കൊരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കിയാലോ? എന്നാൽ നമുക്കൊരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കിയേക്കാം. അപ്പോൾ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അര ലിറ്റർ പാലാണ്. ഇത് നമ്മൾ വാങ്ങിക്കുന്ന മിൽമയുടെ പാലാണ്. ഞാൻ ഈ അര ലിറ്റർ പാല് അടുപ്പത്തോട്ട് വെക്കുവാണേ. അപ്പോൾ തീ കത്തിക്കുന്നതിന് മുന്നേ ഉണ്ടല്ലോ, ഞാൻ വെൽക്കം ചെയ്തില്ലായിരുന്നല്ലോ. ചില്ലി ജാസ്മിൻ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഈ ഫ്രൂട്ട് സലാഡ് എന്ന് പറയുന്നത് എല്ലാ അമ്മമാർക്കും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, ഉണ്ടാക്കി വീട്ടിലുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പം നമ്മളിത് ഈ പാല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഇളക്കി പാട വരാതെ തിളപ്പിച്ചെടുക്കാവേ. അമ്മേ, ഈ ഫ്രൂട്ട് സലാഡ് മൊത്തത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് എത്ര സമയം വേണ്ടി വരുമായിരിക്കും? ഇത് നമ്മൾ പാല് തിളപ്പിച്ച് ഇതെല്ലാം കൂടെ ചേർത്ത് തണുപ്പിക്കണം. പാലാദ്യം നമ്മൾ തിളപ്പിച്ചിട്ടൊന്ന് തണുപ്പിക്കണം. ആ തണുപ്പിച്ചതിന് ശേഷമാണ് ബാക്കി കാര്യം ചെയ്യുന്നത്. അമ്മേ, ഫ്രൂട്ട് സലാഡിനകത്ത് പഴം ഇടണോ? പിന്നെ പഴം വേണ്ടേ? പഴമാണ് ഇതിൻ്റെ പ്രധാന സാധനം എന്ന് പറയുന്നത്. പലതരത്തിലുള്ള പഴങ്ങളുണ്ട്. നമ്മൾ ഈ പഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ വാഴപ്പഴമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം വാഴപ്പഴവും വേണം. അതുകൂടാതെ നമുക്ക് നമ്മുടെ കൈവശം എന്തൊക്കെ പഴങ്ങളാണുള്ളത് അതൊക്കെ ഇടാം. അപ്പം ഞാനത് പാല് തിളപ്പിച്ചതിന് ശേഷം ഞാനത് കാണിച്ചു തരാം, നമ്മളുണ്ടാക്കുന്ന ഫ്രൂട്ട് സലാഡിനകത്ത് ഏതൊക്കെ പഴമാണ് ചേർക്കുന്നതെന്ന്. അപ്പം നമുക്ക് പാലൊന്ന് നല്ലോണം ചൂടാക്കി പതുക്കെ ഒന്ന് തിളച്ച് വരണം. അപ്പം ഞാൻ ഈ പാല് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ ഇനി കാണിക്കാവേ. പാല് തിളച്ചോ അമ്മേ? പാല് ദേ ചെറുതായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, ഇച്ചിരി കസ്റ്റാർഡ് പൗഡർ ഞാൻ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ്. ഈ 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറിലേക്ക് ഞാൻ 4 ടീസ്പൂൺ വെള്ളം ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അത് ഞാൻ ഒഴിച്ചിട്ട് ഇതിനെ ഒന്ന് ലയിപ്പിച്ചെടുക്കുവാണേ. കട്ടയൊന്നും കെട്ടാതെ നല്ല പോലെ കലക്കി എടുക്കണം. അപ്പം ഞാൻ ഇതേപോലെ ഈ വെള്ളത്തിലേക്ക് 4 ടീസ്പൂൺ വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്ത് നല്ലോണം കലക്കി എടുത്ത് നമ്മൾ ഈ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാലില്ലേ, അതിനകത്തോട്ട് നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒഴിക്കുവാണേ. ഇനി ഒട്ടും കൈയെടുക്കാതെ നമ്മളിതിനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പം പാല് കുറച്ചും കൂടെ ഒന്ന് കുറുകി വരും. അതെ, ഒരുവിധം പാല് കുറുകിയിട്ടുണ്ട്. അപ്പം നമുക്ക് ആവശ്യമായത്ര ഒരു കട്ടിയിൽ, ആ കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ചൂടാക്കി വെക്കുന്നത്. അപ്പം നല്ലോണം ഇളക്കി, ഒത്തിരി നമ്മളിപ്പം ഈ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ കണ്ടമാനം കട്ടി പിടിപ്പിക്കേണ്ട, കാരണം ഇത് തണുക്കുമ്പോഴും കുറച്ചും കൂടെ കട്ടി വരും. അപ്പം നമുക്ക് ഇതിൻ്റെ പാത്രത്തിൻ്റെ ചുവട്ടിൽ പിടിക്കാതെ നമുക്കിതിനെ ഒന്ന് നല്ലോണം ഇളക്കി ചെറിയ ഒരു മുറുക്കം അല്ലെങ്കിൽ ചെറിയൊരു പാലിനൊരു കൊഴുപ്പാക്കിയെടുക്കാം. അപ്പം ഞാൻ തീ നിർത്തുവാണേ. നോക്കട്ടെ, ഐസ്ക്രീമിൻ്റെ ഒരു മണമുണ്ട് ഉണ്ടോ? അപ്പം ഈ പാകത്തിന് നമ്മൾ ഇത് മതി. ഇപ്പം ഇത് നമ്മൾ തിളപ്പിച്ചിട്ടുണ്ട്. കുറച്ച് നേരം ഇതിൻ്റെ മുകളിൽ പാട ചൂടാതെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ കുറച്ച് നേരം ഇളക്കി കുറച്ച് ടെമ്പറേച്ചർ കുറഞ്ഞു കഴിയുമ്പം നമുക്കിതിനെ തുറന്ന് വെച്ചിട്ട് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ആ തണുപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ചൂടിലേക്ക്, നമ്മുടെ സാധാരണ റൂമിലൊക്കെയുള്ള ടെമ്പറേച്ചർ എത്രയാണോ അതിലേക്ക് ഇതിനെ സാവധാനം ഇരുന്നങ്ങ് തണുത്താൽ മതി. അങ്ങനെ നമുക്കിതിനെ തണുക്കാൻ വെക്കണം. അപ്പോൾ എൻ്റെ ചെറുക്കൻ പറഞ്ഞ് ഇതിന് ഐസ്ക്രീമിൻ്റെ മണം ഉണ്ടെന്നാണ് പറഞ്ഞു. അങ്ങനെ പറയുന്നത് എന്നാണെന്നറിയോ? ഐസ്ക്രീം സാധാരണ നമുക്ക് പുറത്ത് കിട്ടുന്നത് വാനില ഐസ്ക്രീമാണ്. നമ്മുടെ കസ്റ്റാർഡ് പൗഡർ വാനില ഐസ്ക്രീമിൻ്റെ എസൻസ് ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ ആ വാനിലയുടെ മണം വന്നുകൊണ്ട് ഐസ്ക്രീമിൻ്റെ മണം എന്നവൻ പറഞ്ഞു. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് നേരം ഇളക്കിയിട്ട് തണുക്കാൻ വയ്ക്കാം. അപ്പോൾ നമുക്ക് ഈ തണുക്കാൻ വെക്കുന്നതിന് മുന്നേ ഈ പഞ്ചസാര കൂടി ഇതിനകത്തോട്ട് ചേർക്കണേ. ചൂടുള്ളപ്പോഴാണെങ്കിൽ പഞ്ചസാര പെട്ടെന്ന് അലിഞ്ഞ് കിട്ടും. ഞാൻ ഇതിനകത്ത് എടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്.
അപ്പം ഒരു ചെറിയ മധുരമേ വരത്തുള്ളൂ. നന്നായി മധുരം വേണ്ടവർക്ക് 4 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 5 ടേബിൾ സ്പൂൺ വരെ വേണമെങ്കിലും പഞ്ചസാര ചേർക്കാം. ഇത് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണുള്ളത്, കാരണം എനിക്ക് മധുരം ഇവിടെ കുറച്ച് മതി. അപ്പം ഞാൻ ഇതിനകത്തോട്ടിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുവാണേ. അങ്ങനെ ഇളക്കിയിട്ട് നമുക്ക് കുറച്ച് നേരം കൂടി ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം, തീ നിർത്തിയിരിക്കുവാണെങ്കിലും. എന്നിട്ട് വേണം നമുക്കിതിനെ തണുപ്പിക്കാനായിട്ട്. ഈ അടുപ്പത്തുനിന്ന് ഇറക്കി വെക്കണം, കാരണം ഈ അടുപ്പത്തും ഒരു ചെറിയ ചൂടൊക്കെ ഉണ്ടല്ലോ, അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട്, ആ ചൂട് കിട്ടാതിരിക്കാൻ വേണ്ടി ഞാനിതിനെ വാങ്ങി താഴേക്ക് വെക്കാൻ പോവുകയാണേ. ഇനി ഇത് ഇവിടെ ഇരുന്ന് സാധാരണ ടെമ്പറേച്ചറിലേക്ക് തണുത്ത് വരട്ടെ. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ തണുക്കാൻ വെച്ചിട്ടുണ്ടേ. അപ്പോൾ ഇത് തണുത്ത് വരുന്ന സമയത്തിന് നമുക്ക് വേറൊരു കാര്യം ചെയ്തിട്ട് വരാം. നമ്മൾ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ വെച്ചിരിക്കുന്ന പാലില്ലേ, അത് തണുക്കുന്ന സമയത്ത് നമ്മൾ ഇത് കുഴിച്ചു വെക്കാൻ വന്നതാണേ. ഇതെന്നതാന്ന് വെച്ചാൽ മണിമുല്ല. ഈ മണിമുല്ല എന്നാന്ന് ചോദിച്ചാൽ എനിക്ക് കൂടുതലൊന്നും അറിയത്തില്ല. ഈ മണിമുല്ല ഞാൻ എവിടെയാണ് കണ്ടാന്നറിയോ? നമ്മുടെ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ഉണ്ട്, വിനോദ് കോവൂര്. ആ വിനോദ് കോവൂരിൻ്റെ ചേട്ടൻ്റെ വീടിൻ്റെ മേൽവശം മുഴുവനും ഇതിങ്ങനെ വളർന്നു കയറിയിട്ടുണ്ടല്ലോ. വളർന്നു കയറിയിട്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ ഇലയൊന്നും കാണത്തില്ല, പൂ മാത്രമേ ഉള്ളൂ. നല്ല മണം ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഓർത്തെന്നാൽ ഇതൊരെണ്ണം കുഴിച്ചു വെക്കാം. ഒരു ദിവസം ഞാൻ നഴ്സറി കയറിയപ്പം ഈ ചെടി കാണിച്ചിട്ട് അവരെന്നോട് മണിമുല്ലയാന്ന് പറഞ്ഞപ്പം ഞാനപ്പോൾ ആ മുല്ലയുടെ കാര്യം ഓർത്തു. അപ്പോൾ ഇതൊരെണ്ണം മേടിച്ചുകൊണ്ടത്. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, ഇത് റംബുട്ടാനെ കയറ്റി വിടട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അയ്യോ റംബുട്ടാനെ കയറ്റി വിടരുത്, കാരണം ഇത് കണ്ടമാനം വളരും എന്ന് പറഞ്ഞിട്ടാണ് തന്നത്. അപ്പോൾ എനിക്ക് വലിയ അത്യാവശ്യമൊന്നും ഇല്ലാത്ത, കുറച്ച് മാത്രം കായ്ച്ച് കിട്ടേണ്ടുന്ന ഒരു ചെടിയുണ്ട്, നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട്. അപ്പോൾ ആ സ്റ്റാർ ഫ്രൂട്ട് ചെടിയിലോട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടോ, നിറച്ച് പൂവും കുഞ്ഞു കുഞ്ഞു കായ്കളും വന്നിരിക്കുകയാണ്. ഈ ഇടയ്ക്ക് അതിൻ്റെ പഴം ഉണ്ടാകല് കുറച്ച് വലിയ കായൊക്കെ അതേ കാണാനുണ്ട്. കണ്ടോ, അതേ ഇത് ഈ കമ്പയിൽ കുറച്ചും കൂടെ മാറിയിട്ട് നോക്കിക്കേ, കണ്ടോ താഴിട്ട് കിടക്കുന്ന കമ്പ് നിറച്ച് കണ്ടോ. ആ രീതിക്ക് ഇത് കായ്ക്കും. എന്നാൽ ഈ മഴയൊക്കെ ഉള്ള സമയത്താണ് ഇത് വീഴുന്നത്. അപ്പോൾ അത് നമുക്കങ്ങോട്ട് പ്രയോജനപ്പെടുത്താനും പറ്റത്തില്ല. അപ്പോൾ നമുക്കിതൊന്ന് കുഴിച്ചു വെക്കാം. അപ്പോൾ നമുക്കിത് ഇവിടെ കുഴിച്ചു വെക്കാം. ഞാനിവിടെ കുഴിച്ചു വെക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഈ ചെടിയുടെ മറവ് കൊണ്ട് ഇവിടെ സൂര്യപ്രകാശം കുറവാണ്. അപ്പോൾ ഈ ചെടി സൂര്യപ്രകാശം കിട്ടാൻ വേണ്ടിയിട്ട് ഈ മരത്തിൻ്റെ മുകളിലേക്ക് കയറാനുള്ള സാധ്യത കൂടുതലാണ്. അതിനാണ് ഞാൻ ഇവിടെ തന്നെ വെക്കുന്നത്. പിന്നെ മാത്രമല്ല, ചെറിയ തണലുള്ളത് കൊണ്ട് ഇപ്പോഴും അങ്ങോട്ട് മഴയൊന്നും പെയ്തു തുടങ്ങിയിട്ടില്ലല്ലോ. അപ്പം വെള്ളം കിട്ടാനുള്ള സാധ്യത ഇപ്പോഴും കുറവാണ്. അപ്പം ചെറിയൊരു തണലത്ത് നിന്നോട്ടെ. പറമ്പിലായ കാരണം ഞാൻ എപ്പോഴും ഓർത്ത് വന്ന് ചിലപ്പം വെള്ളം ഒഴിക്കാതെ വന്നാലും ഇവൻ കിളുക്കാതെ പോകരുത്. അപ്പോൾ ഒരു വളവും ഞാൻ ഇടുന്നില്ല. ഇതിനെ ഇങ്ങനെ അങ്ങോട്ട് നേരെ കുഴിച്ചു വെക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം കിളുത്ത് വന്നതിന് ശേഷം നമുക്ക് വളം ചെയ്യാം. ഇത് സാധാരണ മുല്ല പോലെയാണോ? അതിനേക്കാളും വിലയുണ്ടോ ഇതിന്? എത്ര രൂപ? 100 രൂപയോ 150 രൂപയോ അങ്ങനെ അങ്ങാണ്ട് കൊടുത്താണ് മേടിച്ചത്. അപ്പം ഞാൻ ഇതിനെ മണ്ണൊന്ന് വെറുതെ ഞെക്കിപ്പൊട്ടി. നല്ല മണ്ണാണ് ഇത്, വലിയ പശിമയുള്ള മണ്ണല്ല. പിന്നെ ഇത് കുറച്ച് ദിവസം ആയതാണ് മേടിച്ച് വെച്ചിട്ട്. ഇത് കണ്ടോ, വേരൊക്കെ നല്ലോണം ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് പതുക്കെ ഒന്ന് ഞെക്കി ഉടച്ചിട്ട് വേര് നമ്മുടെ മണ്ണിലോട്ട് ഇറങ്ങാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയിട്ട് നമ്മളിതിനെ അങ്ങോട്ട് കുഴിച്ച് വെക്കുവാണേ. അപ്പം ഇങ്ങനെ ഈ മരത്തേലോട്ട് ഇച്ചിരി ചെരിഞ്ഞ് നിന്നോട്ടെ. അപ്പം എന്തേ ഇങ്ങനെ ഈ മണ്ണും ഇട്ട് കുറച്ച് മണ്ണും കൂടെ കൂട്ടി ഇവിടേക്ക് നമ്മൾ വെറുതെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. നമുക്ക് വേണേ ഒരു കാര്യം ചെയ്യാം. ഇപ്പോൾ ചെടി വെക്കുമ്പോൾ ഒരു ചെറിയ വളം, ഇതിനിപ്പം വേരോടാനൊക്കെ തുടങ്ങിയ ചെടിയാണല്ലോ, അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഇച്ചിരി ജൈവ സ്ലറി എടുത്ത്, ജൈവ സ്ലറി അല്ല, ബയോഗ്യാസ് പ്ലാന്റിൻ്റെ ഇച്ചിരി സ്ലറി എടുത്തിട്ട് നമുക്ക് ഒഴിക്കാം. അതാകുമ്പം വലിയ കട്ടിയില്ല അതിന്. അതേസമയം നമ്മുടെ ജൈവ സ്ലറിയാണെങ്കിൽ നേർപ്പിക്കാതൊക്കെ ഒടിച്ചാൽ ചെടി കരിഞ്ഞു പോകും. അപ്പം ഞാൻ എടുത്തുകൊണ്ട് വരട്ടെ. അപ്പോൾ ഇത് നമ്മുടെ സ്ലറി വീണിരിക്കുന്നതാണേ. ഇതിൽ നിന്ന് ഞാൻ കുറച്ച് സ്ലറി എടുത്തിട്ട് ആ ചെടിച്ചോട്ടിലോട്ട് ഒഴിക്കാം. ഇത് ഡൈല്യൂട്ട് ചെയ്യണ്ടേ? ഇത് ചെടിക്കായ കാരണം ഇപ്പോൾ ഡൈല്യൂട്ട് ചെയ്തില്ലെങ്കിലും വലിയ കുഴപ്പമില്ല. അപ്പം ഞാൻ ഇച്ചിരി ചവിട്ടിയിൽ നിന്ന് മാറ്റി ഒഴിക്കാവുള്ളൂ. ചെടിയുടെ വേരയിലും ഒന്നും മുട്ടരുത്. ഇപ്പോൾ ഇതിവിടെ കിടന്നതുകൊണ്ട് ഇവരിവിടെ വേര് പടർന്ന് വരുമ്പം വലിച്ചെടുത്തോളും. കണ്ടോ? അപ്പം വെള്ളവുമായി വളവുമായി. ഇനി അവരിതിലോട്ട് കയറിക്കോളും. ഇതിൻ്റെ പൂ കണ്ടോ? ഇത് സ്റ്റാർ ഫ്രൂട്ടിൻ്റെ പൂവാണേ. ഇത് കുഞ്ഞു കുഞ്ഞു കായുണ്ടായിരിക്കുന്ന കണ്ടോ? അതുപോലെ ഇവിടെയൊക്കെ നിറച്ചും ഉണ്ടാകും കായൊക്കെ. അപ്പുറത്തൊരു കമ്പയിൽ ഉണ്ടായിട്ടുണ്ട്, നല്ലോണം കായുണ്ടായി കിടക്കുന്നുണ്ടോ? ഇത് ഈ കമ്പ് കണ്ടോ? ഇതിൻ്റെ മേളിലോട്ടും ഉണ്ട് കണ്ടോ?
അങ്ങനെ ഉണ്ടായി വരുന്നൊരു ചെടിയാണ്. ഇത് നമ്മുടെ ചാമ്പയാണേ, വെള്ള ചാമ്പ, വെള്ള തായ്ലാൻഡ് ചാമ്പയാണ്. കണ്ടോ, ആണ്ട പറഞ്ഞു പോയി, രണ്ടെണ്ണം താഴെ പോയി. അപ്പോൾ ഇതേപോലെ ഇത് വലിപ്പം കുറവാണ്. വേനൽക്കാലം ആയതുകൊണ്ട് ഇതിന് വലിപ്പം കുറവാണ്. അതൊന്ന് കാണിച്ചേ. ഇതുപോലെ ഇനി ഇച്ചിരി കൂടെ വലുതാകും. ഇച്ചിരി കൂടെ വലുതാകുമ്പോഴാണ് നല്ല വെളുപ്പ് നിറത്തിലേക്ക് വരുന്നത്. ഇപ്പോൾ ഒരു ലൈറ്റ് പച്ചയാണ്, അത്ര വിളഞ്ഞിട്ടില്ല. നിറയെ ഉണ്ടായിട്ടുണ്ട് കണ്ടോ, നിറച്ചും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ മറ്റേ ചാമ്പയെപ്പോലെ ചാമ്പയ്ക്കായ്ക്ക് അത്ര പുളിയൊന്നുമില്ല, നല്ല മധുരമാണ്. അപ്പം ഞാൻ ഇത് ചെയ്ത് നല്ല ക്രിസ്പിയുമാണ്, നല്ല മധുരമുണ്ട്. ഇപ്പം വിളയുന്നതിന് മുമ്പാണല്ലോ, അത്ര വിളയുന്നതിന് മുമ്പാണെങ്കിൽ നമുക്ക് ഇത് കണ്ടോ, ഇതത്ര വിളഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് എന്നായിരുന്നറിയാം, ഇതിന് ഇച്ചിരി ഉപ്പും മുളകും കൂടെ കൂട്ടിയിട്ട് തിന്ന് നോക്കാം. ഇത് ഞാൻ ഉപ്പും മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് കൊണ്ടുവന്നതാണേ. അപ്പം നമുക്കിത് ഇതിനകത്തൊന്ന് മുക്കിയിട്ട് തിന്ന് നോക്കാം. പണ്ട് ചെറുപ്പത്തിലൊക്കെ എനിക്ക് പുളിയുള്ള സാധനം അധികം ഇഷ്ടമില്ല. നല്ല കേട്ടോ, തിന്ന് നോക്കിയേ. എന്തായാലും ഇതിനോട് കൊടുക്കടാ, ഒരെണ്ണം പറിച്ചു കൊടുത്തേ. പുളി ഉണ്ടോടാ? അതെ, അത് കുറച്ച് വലുതാ, തിന്നോ. ഇപ്പം ഈ മഴവെള്ള സംഭരണി കിട്ടിയിട്ടത് നമുക്ക് ഏതായാലും ഇങ്ങനെ ഇരുന്ന് തിന്നാൻ സൗകര്യമായി. മഴവെള്ളം ഒന്നും സംഭരിക്കുന്നില്ലേലും ഇത് മഴവെള്ളം സംഭരിക്കുന്നത് ഏതാണെന്നറിയാം, എൻ്റെ ടെറസേൽ ആ ചെടി വെക്കുന്നിടത്തുനിന്ന് വെള്ളം മുഴുവനും ഒഴുകി ഈ കുഴലിൽ കൂടെ വന്ന് ഇതിനകത്ത് വീഴും. അപ്പോൾ നമ്മുടെ കിണർ അവിടെയാണ്, പക്ഷേ കിണർ നല്ലതായിട്ട് വെള്ളമുണ്ട്. വെള്ളം ഇല്ലായിരുന്നെങ്കിൽ ഇതിന് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്നാണെന്നറിയോ, ഇവിടുന്ന് ഒരു ചെറിയ കണക്ഷൻ നമ്മുടെ കിണറിന് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ അവിടെ ഒരു ടാപ്പുണ്ട്. ആ ടാപ്പ് തുറക്കുമ്പം ഇതിനകത്തൊരു ലെവലിലധികം വെള്ളം വന്ന് ആ വെള്ളം ഒഴുകി കിണറ്റി വീഴും. നമുക്കതിൽ അതിൻ്റെ ആവശ്യമില്ലാത്ത കാരണം നമ്മളങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ച് വീടിന് സാങ്ഷൻ കൊടുക്കുമ്പോൾ മഴവെള്ള സംഭരണി വേണം. വെറുതെ അല്ല മഴവെള്ള സംഭരണി, ഇത് ശരിക്കും കരിയൊക്കെ ഇട്ട് മെറ്റിലൊക്കെ ഇട്ടൊക്കെ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ഈ കാട് അതിനകത്ത് ഇളുത്ത് വന്ന. അപ്പോൾ നമ്മളിതേ വെച്ചിട്ട് പോയാൽ പാല് തണുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ഇടാൻ ഞാൻ ആദ്യം ഒരു ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഒരു ഏത്തപ്പഴമേ ഉള്ളൂ, നല്ല പഴുത്ത പഴമാണ് നല്ലത്. അപ്പം ഞാൻ ഈ പഴം ചെറുതായിട്ട് ഇതിനകത്തേക്ക് അരിഞ്ഞിടാൻ പോവുകയാണേ. അപ്പോൾ ഒരു 4 കീറിയിട്ട് നമുക്ക് ഇതിനകത്തേക്ക് അരിഞ്ഞിടാം. അപ്പം ഇതേപോലെ ഈ ഏത്തപ്പഴം നമ്മുടെ പാലുമായിട്ട് ചേർക്കുമ്പം നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണവുമാണ് ഇത് കൊടുക്കുന്നത്. അപ്പം ഞാൻ ഇതേപോലെ അരിഞ്ഞ് തീർത്തിട്ട് കാണിക്കാവേ. അപ്പം ഞാൻ പഴം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തേക്ക് ഇടുന്നത് ഒരാപ്പിളാണേ. അപ്പോൾ ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് വേണം നമുക്കെടുക്കാൻ. അപ്പോൾ ഇവിടെ നമുക്ക് തൊലി കളഞ്ഞ് എടുക്കാം. അപ്പം ഞാൻ ഇങ്ങനെ എടുത്തിട്ട് ഈ തൊലി കളഞ്ഞതിന് ശേഷം കാണിക്കാവേ. ഇത് ചെറുതായിട്ട് മുറിച്ച് വേണം ഇതിനകത്തേക്ക് ഇടാൻ. ഇതിനകത്ത് നമ്മൾ ഈ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുമ്പം ഇതേപോലെ തൊലി കളയാതെ ഇടുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഞാൻ ഇതിനി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അരിഞ്ഞിടാം. ഇനി ഇത് കുറച്ച് സീഡ്ലെസ് ആയിട്ടുള്ള മുന്തിരിയാണേ. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് അരിഞ്ഞിടണം. ഇത് ഒരെണ്ണത്തിനെ ഞാൻ 3 കട്ട് ചെയ്ത് ഇടുന്നത്. അങ്ങനെ ഇത് മുഴുവനും മുറിച്ചിട്ടതിന് ശേഷം ഞാൻ കാണിക്കാം. അപ്പം നമ്മളിത് മുന്തിരി ഇതിനകത്തേക്ക് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി നമ്മളിതിനകത്തേക്ക് ചെറിയ അളവിൽ മാതളനാരകത്തിൻ്റെ അല്ലി നമുക്ക് അടർത്തിയെടുത്തിടാം. അപ്പം ഇതേപോലെ കുറച്ചെടുത്ത് ഇതിനകത്തോട്ട് നമുക്ക് അടർത്തിയിടാം. ഈ നമ്മൾ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുമ്പോഴേ പുളിയുള്ള പഴങ്ങളൊക്കെ ഒഴിവാക്കുന്നത് നല്ലത്. മധുരം മാത്രമുള്ളതാണ് ഫ്രൂട്ട് സലാഡിന് എപ്പോഴും നല്ലത്. നമ്മൾ പാല് ചേർത്തൊക്കെ ഉണ്ടാക്കുന്നതല്ലേ, അപ്പം അതിനകത്തേക്ക് പുളിയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പാല് തൈരായി മാറാനുള്ള പുളിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ പുളിയുള്ള പഴങ്ങൾ ഒഴിവാക്കുക. അതല്ലെങ്കിൽ തന്നെ നമ്മൾ മധുരമൊക്കെ ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പം മധുരമാണ് നമ്മളതിനകത്തുനിന്ന് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ കൂടെ ഈ പഴങ്ങളുടെ ഗുണവും തണുപ്പും. അപ്പം നമുക്ക് കുറച്ചും കൂടി ഇതിനകത്തേക്ക് ഇടാം. അമ്മയൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഈ ഫ്രൂട്ട് സലാഡൊക്കെ ഉണ്ടോ? അയ്യോ, ഞാൻ കണ്ടിട്ടേ ഇല്ല. ഞാൻ ഒരു
കോട്ടയത്ത് വന്നതിന് ശേഷം ആ ഫ്രൂട്ട് സലാഡ് വാങ്ങിച്ച് കാണുന്നത്. അപ്പോൾ എനിക്ക് ഫ്രൂട്ട് സലാഡ് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ. ഈ ഫ്രൂട്ട് സലാഡാണെന്ന് പറഞ്ഞാൽ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഈ പഴങ്ങളെന്ന് പറഞ്ഞാൽ ഏത്തപ്പഴം കാണും എപ്പോഴും, മുന്തിരി കാണും, സീഡ്ലെസ് ഒന്നുമല്ല. അതാ മുന്തിരി പോലെ മുഴുവനിട്ടിരിക്കുക. 1, 2, 3 ആപ്പിളിൻ്റെ പീസ് കാണും. അതിൻ്റെ മുകളിലോട്ട് പഞ്ചസാര ലായനി കുറുക്കിയിട്ട് കോരി ഒഴിക്കും. അതിൻ്റെ മുകളിലൊരു ചെറിയ സ്കൂപ്പ് ഐസ്ക്രീമും വെക്കും. അതാണ് ഫ്രൂട്ട് സലാഡ്. ഈ കസ്റ്റാർഡ് പൗഡർ ചേർത്തിട്ടുള്ള ഫ്രൂട്ട് സലാഡ് എന്ന് പറയുന്നത് ഞാൻ ശരിക്കും ഉണ്ടാക്കി കഴിച്ചപ്പോഴാണ് ആദ്യമായിട്ട് കസ്റ്റാർഡ് പൗഡർ ചേർത്തത് കഴിക്കുന്നത്. അപ്പോഴാണ് മനസ്സിലാക്കിയത് നേരത്തെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിച്ചിരുന്ന സാധനമല്ല, ഇതാണ് നല്ലതെന്ന്. എന്നെപ്പോലെ ഫ്രൂട്ട് സലാഡ് എന്ന് പറയുമ്പം ഇനിയിപ്പം ഞാൻ സെറ്റാക്കിയതിന് ശേഷം കാണിക്കാവേ. അപ്പോൾ അതുപോലത്തെ ഫ്രൂട്ട് സലാഡാണോ, ഞാനിപ്പോൾ പറഞ്ഞതുപോലത്തെ ഫ്രൂട്ട് സലാഡാണോ നിങ്ങൾ കഴിച്ചിട്ടുള്ളതെന്ന് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് മാതളനാരകത്തിൻ്റെ അല്ലികളൊക്കെ അടത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ ഈ തണുപ്പിച്ച് വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് പൗഡർ ചേർത്ത പാലിനെ ഒഴിക്കുവാണേ. അങ്ങോട്ടോ ഇങ്ങോട്ടോ ആകാം. ഞാനിത് പഴങ്ങൾക്കകത്തേക്ക് ഇട്ട കാരണം ഇതൊരു കുറച്ചും കൂടെ വലിയ പാത്രമാണ്. നമ്മൾ പഴം കൂടെ അരിഞ്ഞപ്പം ഇതിനകത്ത് തികയാതെ വരും, ഇത് ചെറിയ പാത്രമാണല്ലോ. അപ്പം ഇത് ഞാനിങ്ങനെ ഇട്ടിട്ട് ഇത് നല്ലോണം ഒന്ന് ഇളക്കി ചേർക്കുവാണേ. കണ്ടോ? ഇങ്ങനെ ഇളക്കി ചേർത്തതിന് ശേഷം നമുക്കിതിനെ തണുപ്പിക്കണം. തണുപ്പിക്കാനായിട്ട് വെക്കുമ്പോഴേ ഫ്രിഡ്ജിൻ്റെ ഫ്രീസറൊന്നും നമുക്ക് വേണ്ട, നമ്മൾ വെറുതെ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് തണുപ്പിച്ചാൽ മതി. ഇപ്പോൾ കുറച്ച് നേരം ഇരുന്ന് ഒരു 1 മണിക്കൂറൊക്കെ ഇരിക്കുമ്പോൾ തന്നെ ആവശ്യത്തിന് തണുപ്പാകും. അപ്പോൾ നമുക്കിതൊന്ന് തണുക്കാൻ വയ്ക്കും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫ്രൂട്ട് സലാഡ് നല്ല ആവശ്യത്തിന് തണുത്ത് നല്ല സെറ്റായിട്ടിരിക്കുവാണേ. അപ്പം ഞാൻ ഈ പാത്രത്തിനകത്തോട്ട് കുറച്ച് എടുക്കാം. എന്നിട്ട് ശിവൻകുട്ടി നീ ഒന്ന് ടേസ്റ്റ് ചെയ്തോടാ, സൂപ്പറാണോ നോക്കി. കണ്ടോ? നോക്കട്ടെ നോക്കട്ടെ, ഞാൻ നോക്കാം. ശിവ നീ ടേസ്റ്റ് ചെയ്തോടാ. സൂപ്പർ സാധനം കേട്ടോ. ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ മറ്റൊരു നല്ല വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.